ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് നിന്ന് ഒഡീഷയിലേക്ക് പോയ ആ പോലീസ് വാഹനം തിരിച്ചെത്തിയിട്ടുണ്ട്. 17 വയസ്സുകാരിയെ ഉപയോഗിച്ച് പെൺവാണിഭ കേന്ദ്രം നടത്തിയ കേസിലെ പ്രതി ഫുർഖാൻ അലിയെ പൊക്കിയാണ് പോലീസിന്റെ മാസ് എൻട്രി. പക്ഷേ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ തന്നെ മലയാളിയെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രധാന നഗരത്തിൽ നിന്ന് 335 കിലോമീറ്റർ മാറി ഭദ്രക് എന്ന സ്ഥലത്ത് വെച്ചാണ് ഫുർഖാൻ അലിയെ പിടികൂടിയത്. പ്രതിക്കൊപ്പം കാമുകിയും ഉണ്ടായിരുന്നു. പല വഴി അന്വേഷിച്ച് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെ പ്രതിയിലേക്ക് എത്തിയത്. 26 വയസ്സ് പ്രായമുള്ള ആസാം സ്വദേശി ഫുർഖാൻ അലി കേരളത്തിലെത്തിയത് മുതൽ പെൺവാണിഭ സംഘത്തിലെ പ്രധാനിയാണ്. ഇയാളെ കൂടാതെ വേറെയും പ്രതികളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പെൺവാണിഭ സംഘത്തിലുണ്ട്. പെൺകുട്ടിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടം പോലീസ് ഇതിനോടകം സീൽ ചെയ്തു കഴിഞ്ഞു. നിരവധി പെൺകുട്ടികൾ ഈ സംഘത്തിന്റെ വലയിൽ വീണിട്ടുമുണ്ട്. മലയാളികൾ ഉൾപ്പെടുന്ന പെൺവാണിഭ സംഘത്തിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഫുർഖാൻ അലിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അനാശാസ പ്രവർത്തനങ്ങൾക്കും മറ്റും കാഴ്ചവെച്ച കേസിലെ 2 പ്രതികൾ ഒറീസയിൽ വെച്ച് എസ്.ഐ. സജി ഷിനോബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 മാസം മുൻപാണ് ജോലി വാഗ്ദാനം ചെയ്ത് ആസാം പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ചത്. പിന്നാലെ കെട്ടിടത്തിൽ പൂട്ടിയിടുകയായിരുന്നു. ഒരിടയ്ക്ക് പ്രതി പുറത്തുപോയ ദിവസം പെൺകുട്ടി സാഹസികമായി രക്ഷപ്പെടുകയും ചെയ്തു. വെള്ളിമാട് കുന്നിലെ നിർഭയ ഹോമിന്റെ സംരക്ഷണത്തിലാണ് പെൺകുട്ടിയുള്ളത്. ആ വാടക കെട്ടിടത്തിനുള്ളിൽ വെച്ച് അവൾ ഒരുപാട് നിലവിളിച്ചിരിക്കണം. പുറത്തു നിന്നും പൂട്ടിയിട്ട കതകിൽ ഒരുപാട് തവണ മുട്ടിയിരിക്കണം. നിർഭാഗ്യവശാൽ ആരും കേട്ടില്ല. അവളുടെ ശരീരത്തിന് വില പറഞ്ഞവൻ ഒരിടയ്ക്ക് ഫോൺ കോൾ വന്ന് പുറത്തുപോയ പഴുതിലാണ് അവൾ ഓടി രക്ഷപ്പെട്ടത്. ഇനിയും നമുക്കറിയേണ്ടതുണ്ട് അവളെ വേദനിപ്പിച്ചവർ ആരൊക്കെയാണെന്ന്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.